നമുക്കൊരു പ്ലാന്റ് ഹോൾഡർ ഉണ്ടാക്കിയാലോ? അതിന് തന്നെ ഒരു കണ്ടെയ്നർ എടുക്കാം. എന്തെങ്കിലും ഇവിടെ പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടെയ്നറിൽ വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. 2 പ്രാവശ്യം കോട്ട് ചെയ്താലാണ് കേട്ടോ ഈ ഒരു പെർഫെക്ഷൻ കിട്ടുക. നമ്മൾ അടിച്ചു കൊടുത്ത വൈറ്റ് കളർ ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വൈറ്റ് മാച്ച് ആവുന്ന നല്ലൊരു കളർ എടുത്തിട്ട് ഈ സെൻറ്ററിൽ മാത്രം ഈ ഒരു ഡിസൈൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ചെറിയ ചെറിയ ഡോട്ട്സ് ആദ്യം പെയിൻറ്റ് ചെയ്തതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു 2, 3, 4, 5 ലെയറിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഈ ഡോട്ട്സ് ആയിരിക്കും നല്ല തിക്കായിട്ട് വേണ്ട വരയ്ക്കാൻ, അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാൻ കാണിക്കുന്ന മാതിരി ആദ്യം വെച്ച ഡിസൈനിൻ്റെ മേലെയും ഇതേമാതിരിയിട്ട് ഡോട്ട്സ് വരച്ചു കൊടുക്കും. ഞാൻ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ക്യാപ്പ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ കണ്ടെയ്നറിന് ഒരു ഹാങ്ങിങ് ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഹോൾഡറാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്രിമി കോഡാണ് കേട്ടോ. നിങ്ങൾക്ക് ജൂട്ട് ഡ്രോപ്പും യൂസ് ചെയ്യാം. മാക്രിമി കോഡ് അല്ലെങ്കിൽ ജൂട്ട് ഡ്രോപ്പ് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന വരെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം മാക്രിമി കോഡ് വെച്ചിട്ട് എക്സ് മാർക്ക് താഴെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സോ അതിൻ്റെ ബാലൻസ് വരുന്ന ഞാനാണ് ഈ മേലെ കാണുന്നത്. സോ അത് ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് 2 സൈഡും ഇതേമാതിരി നോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്ലാന്റ് ഹോൾഡർ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന വരെ തന്നെ ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിന്നയ്ക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.